ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കോമൺ ആയിട്ട് വരുന്ന നോർമൽ ലെവലിൽ വരുന്ന ഒരു ബെഡ്റൂം, അത് അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ തന്നെ 6 അടി കട്ടിൽ കാര്യങ്ങളൊക്കെ ഇടാവുന്ന രീതിയിൽ സൈഡ് ടേബിളൊക്കെ കൊടുത്ത് എങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഈ റൂമിലേക്ക് വരുന്ന എൻട്രൻസ് ആണ്. നമ്മൾ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഒരു 8 മോഡ്യൂളിൻ്റെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെയായിട്ട് നമ്മൾ ബെഡ്, അതായത് തൊട്ടടുത്ത് തന്നെ ബാത്റൂമിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് നമ്മുടെ ഒരു ഫുൾ ലാമ്പ് 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഫുൾ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ നിന്ന് കംപ്ലീറ്റ് സീലിംഗ് ലൈറ്റ്സ് കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ നമ്മൾ മുകളിൽ ഇതുപോലെ തന്നെ കോൺക്രീറ്റിൽ ഇടുന്ന ബോക്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന പൈപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ പൈപ്പുകൾ വരുന്നുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ക്യാമറയുടെ സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യമേ തന്നെ കട്ടിലിടാൻ ഉദ്ദേശിക്കുന്ന പൊസിഷൻ കാര്യങ്ങൾ കറക്റ്റ് ചെയ്തതിന് ശേഷം 6 അടി കട്ടിലാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 2 സൈഡിലായിട്ട് 50 സെൻറ്റിമീറ്റർ വരുന്ന 2 സൈഡ് ടേബിൾ, ആ 50 സെൻറ്റിമീറ്റർ മുകളിലായിട്ട് ഏകദേശം 70 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വരാവുന്ന രീതിയിൽ, അതായത് ഈ സൈഡ് ടേബിളിൻ്റെ സെൻറ്റർ വരാവുന്ന രീതിയിൽ നമുക്ക് ഒരു സ്വിച്ച് ബോർഡ് കൊടുക്കും. 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് 2 സ്വിച്ച് ബോർഡ് കൊടുക്കുന്നത്. അതായത് 50 സെൻറ്റിമീറ്റർ സൈഡ് ടേബിൾ മാറി ആ സൈഡ് ടേബിളിൻ്റെ സെൻറ്ററിലായിട്ട്, അതായത് ഭിത്തിയിൽ നിന്ന് 25 സെൻറ്റിമീറ്റർ മാറിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ ഒരു 70 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തു. അതുപോലെ തന്നെ 6 അടി കട്ടിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തു. അവിടെയും സൈഡ് ടേബിൾ വരുന്നുണ്ട്. പിന്നെ ഒരു മിറർ ലാമ്പ് കൊടുത്തു. പിന്നെ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്, നമ്മൾ AC കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് അത്യാവശ്യം ഒരു എക്സോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇനി AC വെക്കാത്ത സമയങ്ങളിലാണെങ്കിൽ നമുക്ക് ഒരു എക്സോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം റൂമിൻ്റെ അകത്ത് ചൂട് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതിനും ഷട്ടറുള്ള ടൈപ്പ് വേണം എക്സോസ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ AC പിന്നീട് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടി നമുക്ക് നല്ല നീറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് AC കാര്യങ്ങളൊക്കെ നിൽക്കണമെന്നെങ്കിൽ, അതിൻ്റെ തണുപ്പ് കാര്യങ്ങൾ നിൽക്കണമെങ്കിൽ ഷട്ടറുള്ള ടൈപ്പ് യൂസ് ചെയ്യണം, എക്സോസ്റ്റ് യൂസ് ചെയ്യുക. ഇനി അതല്ല AC ഇല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ എക്സോസ്റ്റ് യൂസ് ചെയ്ത് നോർമൽ ലെവലിലുള്ള കൂളിംഗ് എന്തായാലും നമുക്ക്, അതുപോലെ മാത്രമല്ല ബാത്റൂമിൻ്റെ അകത്തും അതുപോലെ തന്നെ നമ്മുടെ റൂമിൽ വരുന്ന ഒരു ബാഡ് സ്മെല്ല് പുറത്തേക്ക് പോകുന്നതിനും ഏറ്റവും നല്ലതാണ് എക്സോസ്റ്റിൻ്റെ ഒരു കോർണറിലായിട്ട് ഒരു 6 ഇഞ്ച് വരാവുന്ന 6 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ പൈപ്പ് ടൈപ്പ് എക്സോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നേരെ വന്നതിന് ശേഷം നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തേക്ക് വന്നു. ബാത്റൂമിൻ്റെ അകത്താണ് നമ്മൾ ഇതുപോലെ തന്നെ എക്സോസ്റ്റ്, മിറർ ലാമ്പ്, പിന്നെ അതുപോലെ തന്നെ ഹീറ്റ് ആൻഡ് ഓപ്ഷൻ. ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന കേന്ദ്രങ്ങൾ, അതായത് മെയിൻ സ്വിച്ച് ബോർഡുകൾ വരുന്നത്. അപ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ അകത്ത് മെയിൻ എൻട്രൻസിൻ്റെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബെഡ് സ്വിച്ചുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ഏരിയ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കോമൺ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെഡിൻ്റെ സൈഡിൽ നിന്ന് അല്പം മാറിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്ട്രാ പ്ലഗ് പോയിൻ്റ് കൂടി കൊടുക്കാം. ഇവിടെ നമ്മളിപ്പോൾ ബാത്റൂമിൽ ചെയ്തിരിക്കുന്നത് ഒരു മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതായത് വാഷ് ബേസിൻ, ക്ലോസറ്റ്, പിന്നെ കുളിക്കുന്ന ഏരിയ, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മിറർ ലാമ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ മുകളിലേക്ക് പോയതിന് ശേഷം നമ്മളവിടെ ഒരു ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തു. ഹീറ്ററിൻ്റെ ഓപ്ഷൻ നമ്മൾ കുളിക്കുന്ന ആ ഏരിയയിലാണ് ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഹീറ്ററിൻ്റെ ഓപ്ഷൻ പവർ പ്ലഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ കൊണ്ടുപോയി നമ്മൾ ഒരു എക്സോസ്റ്റിന് പോയിന്റ് കൊടുത്തു. ഇത്രയാണ് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന പോയിന്റ് കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഈ ബാത്റൂമിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ റൂമിനെ കുറിച്ചിട്ട് ഏകദേശം ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ, ഫുൾ മെഷർമെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്.